ഇന്ന് നമ്മുടെ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു തക്കാളി വെച്ചിട്ട് തക്കാളി ചുട്ടരച്ച ചമ്മന്തിയിൽ ഉണ്ടാക്കുന്നത്. ചോറുണ്ടാകാൻ വേണ്ടിയിട്ട് വേറെ ഒറ്റ കറി ആവശ്യമില്ല. ഈ ഒരു ഒറ്റ കറി ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് എന്തോരം വേണമെങ്കിൽ കഴിക്കാം. പക്ഷെ ചോറ് ആവശ്യത്തിന് കഴിച്ചാൽ മതി. പക്ഷെ ഈ ചമ്മന്തി കൂട്ടിയിട്ട് ചോറുണ്ടുമ്പോൾ എനിക്ക് സാധാരണ എൻ്റെ കൂടെ വേറെ കറികളൊന്നും മിക്സ് ചെയ്യാണ്ട് ഈ ചമ്മന്തിയിൽ മാത്രം കുഴച്ച് ചോറുണ്ടെന്നാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വേറെ കറിയുടെ കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് പോകും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മൾ മിയാ കിച്ചണിൽ ഇപ്പോൾ 2-3 വീഡിയോസുകൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് പുറത്ത് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം നമ്മൾ അടുപ്പിൽ തീ എത്തിച്ചിട്ട് കപ്പ പുഴുങ്ങിയതും പിന്നെ കാന്താരി മുളക് ചമ്മന്തിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വീക്കെൻഡ് വ്ളോഗാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. നമ്മുടെ കപ്പ പുഴുങ്ങിയതും പിന്നെ ചുട്ടരച്ച ചമ്മന്തി ആ വീഡിയോ ഞാൻ വിചാരിച്ച അത്രയ്ക്ക് ആൾക്കാർ അത് കണ്ടില്ല. അതെന്താ കാരണം എന്നറിയില്ല. പക്ഷെ നല്ല രസമുള്ളൊരു വീഡിയോ ആണ്. അതൊരു 70,000 ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ അതിൽ കൂടുതൽ ആൾക്കാരെ ഞാനത് കാണുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സമയങ്ങൾ തന്നെ നമ്മുടെ ചുട്ടരച്ച തക്കാളി ചമ്മന്തി നമുക്ക് റെഡിയാക്കാം. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി എല്ലാ സാധനങ്ങളും ഞാനിവിടെ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് തക്കാളി. ഇതിവിടെ ഞങ്ങളുടെ വീട്ടിലുണ്ടായ തക്കാളി കേട്ടോ. തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ സവാള എടുത്തിട്ടുണ്ട്. സവാളയ്ക്ക് വേണം ചുവന്നുള്ളിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളി എടുക്കുക. പിന്നെ ഉണക്കമുളക് ഞാനിവിടെ ഇതേപോലത്തെ ഉണ്ടമുളകാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ അത് എടുക്കുക. എൻ്റെ അടുത്ത് വറ്റൽമുളക് ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഇത് എടുത്തത്. മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ വേറൊരു സാധനം കൂടിയിട്ട് ചേർക്കുന്നുണ്ട്. ഇതും നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളൊരു സംഗതിയാണ് പപ്പടം. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടാണ് നമ്മുടെ ചുട്ടരച്ച തക്കാളി ചമ്മന്തി നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ചമ്മന്തി റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 പപ്പടമാണ് എടുത്തേക്കുന്നത്. നാട്ടിൽ നിന്ന് തന്നെ പപ്പടം കേട്ടോ. ഇവിടെ പപ്പടം തുറന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഹാർഡായിട്ട് വരും. ഇതിപ്പോൾ കവറിൽ നിന്ന് പൊട്ടിച്ചാലും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ചില സമയത്ത് കടയിൽ നിന്ന് വാങ്ങുമ്പോഴായിരുന്നാലും ഇങ്ങനെ നമ്മളിങ്ങനെ ഒടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒടിഞ്ഞു പോകും. പക്ഷേ ഇത് നല്ല പപ്പടം. ഓക്കെ, അപ്പോൾ നമുക്ക് റെഡിയാക്കാം. ഒന്ന് നമുക്ക് നേരത്തെ കൂട്ടിയിട്ട് കട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് പാത്രത്തിൽ ഇവിടെ കറി വെച്ചേക്കുന്നത് കാണിക്കാം. ഞാൻ ഇന്നലെ വെച്ച കറി കേട്ടോ. ഇവിടെ നല്ല നെയ്യുള്ള ആ പാത്രത്തിൽ തട്ടിയത് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇവിടെ നല്ല നെയ്യുള്ള മത്തി കിട്ടും. ഞങ്ങളുടെ നാട്ടിലേക്ക് മത്തീനെ ചാളാന്ന് പറയും. നാട്ടിൽ നിന്ന് വന്നതല്ല കേട്ടോ. ഇവിടെ അമേരിക്കൻ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുന്നതാണ്. ഫ്രഷ് അല്ല, ഫ്രോസൺ ആണ്. പക്ഷേ നല്ല ടേസ്റ്റാണ്. നല്ല നെയ്യുള്ള ചാളയായിരിക്കും. അത് ഞാൻ തേങ്ങാപ്പാൽ ഒഴിഞ്ഞിട്ട് നല്ല പുളിയുള്ള വാങ്ങിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇട്ടിട്ട് ഇന്നലെ കറി വെച്ചതാണ്. ഇതാണ് കറി. അപ്പം ഞാൻ സാധാരണ കറി വയ്ക്കും തലേ ദിവസത്തെ ബാക്കി വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കില്ല. ഇന്നിവിടെ നല്ല ചൂടുണ്ട് കേട്ടോ. പക്ഷേ പുറത്ത് വെച്ചിരുന്നാലും കേടുവരില്ല. അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് കറി നന്നായിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ തന്നെ മൂടി വെച്ചാൽ മതി. അത് അവിടെ ഇരുന്നോളും. അങ്ങനെ മൂടി വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് എടുക്കുമ്പോഴായിരിക്കും കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിന് സ്പൂണിട്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ കേടുവരും. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ സ്പൂണിട്ട് ഇളക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ പിന്നെ എടുത്ത് വെക്കണുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി നന്നായിട്ട് തിളപ്പിച്ചിട്ട് വയ്ക്കുക. അപ്പോൾ കറിയിൽ ചാറെങ്ങാനും കുറവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് വയ്ക്കുക. അങ്ങനെ വെച്ചേക്കാണ് ആ കറി. ഇനി വൈകിട്ട് എടുക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല രസമുള്ള കറി. ഓക്കെ, അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്കുള്ള സാധനങ്ങളൊന്നും നേരത്തെ കൂട്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതൊന്നും ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം തക്കാളിയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തക്കാളി നമ്മൾ ചുട്ട പോലെയാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയ പീസായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സവോള ഇരുന്നാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. വെളിച്ചെണ്ണ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ചെയ്യാം. വെളിച്ചെണ്ണയുടെ ടേസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. പപ്പടം നമുക്ക് ലാസ്റ്റ് വറക്കാം. ഇത് ഫസ്റ്റ് റെഡിയാക്കാം. ഇത് ഫസ്റ്റ് നമ്മൾ ചുട്ട പോലെ നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കുക. അപ്പോൾ തക്കാളി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ചൂടാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. ഇത് വെള്ളമാക്കിയിട്ടല്ലോ. നമ്മൾ പാനിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് വെളിച്ചെണ്ണ കേട്ടോ. ഇത് ഞാൻ ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നുള്ളത്. അതുകൊണ്ടാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. നല്ല ചൂടുണ്ട് ഇവിടെ. അപ്പോൾ ഇന്ന് നമ്മുടെ നീളം കത്തി മാറ്റിയിട്ട് നമ്മുടെ നാടൻ കത്തി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ.
ഇത് ഓൾറെഡി ഞാനിന്ന് കാലത്തോടെ ഉള്ളി അരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതിൻ്റെ തൊണ്ട് വയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തീ പതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇനി നമുക്ക് തക്കാളി ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ചേർക്കാം. ഞാനിപ്പോൾ ഈ തക്കാളീനെ ഒരു 4 പീസായിട്ടാണ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതാ, ഇതേപോലെ അത് നമുക്ക് ഓയിലിലേക്ക് ഇങ്ങനെ കമത്തിയിട്ട് വയ്ക്കണം കേട്ടോ. ഒരുപാട് തീ കൂട്ടി വയ്ക്കണ്ട. ഫസ്റ്റ് നമുക്ക് ഇതെല്ലാം ഇതേപോലെ കട്ട് ചെയ്ത് വയ്ക്കാം. ഈ തീ അത്യാവശ്യം നന്നായിട്ട് കൂട്ടി വയ്ക്കാം. കാരണം തീ ഒരുപാട് കുറച്ച് വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി വാടിയിട്ട് തക്കാളിയുടെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ വരും കേട്ടോ. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി തന്നെ വയ്ക്കാം. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കണം കേട്ടോ. പിന്നെ മൂടിയും വെക്കരുത് കേട്ടോ, തുറന്ന് തന്നെ വെച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് ഉപ്പ് ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. ഉപ്പ് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളിയുടെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് വെള്ളം ജ്യൂസൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ചേർക്കണ്ട. കാരണം നമുക്ക് നന്നായിട്ടൊന്ന് മുരിയിച്ചിട്ടാണല്ലോ എടുക്കേണ്ടത്. അല്ലെങ്കിൽ തക്കാളിയുടെ ഉള്ളിൽ നിന്ന് ജ്യൂസായി വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ അങ്ങോട്ട് കുഴഞ്ഞ പോലെയാണ്. നോക്കട്ടെ, ഒരു സൈഡ് മുരിഞ്ഞോട്ടെ. ഇതാ, ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു കറുത്ത കളർ ഇങ്ങനെ വന്നിട്ട്, ഒരുപാട് കറുത്ത കളർ വന്നിട്ട് കരിയിച്ചിട്ട് എടുക്കണ്ട. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം. ഇതിപ്പോൾ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തലേന്നെടുത്ത് മാറ്റാം. പിന്നെ കുറേ നേരം ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ആകെ അരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഇതിനകത്ത് ഈ ഓയിൽ ഞാൻ മാറ്റാട്ടെ. നിങ്ങൾ ഒഴിക്കുമ്പോൾ വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി. കാരണം ഓയിൽ എങ്ങനെയും ഇതേപോലെ ഇങ്ങനെ കളർ മാറിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എടുക്കണ്ട കേട്ടോ. നമ്മൾ തക്കാളി റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതിങ്ങനെ 2 ട്രിപ്പായിട്ട് ചെയ്യണ്ട കേട്ടോ. എൻ്റെ പാൻ ചെറുതായതുകൊണ്ട് കേട്ടോ 2 ട്രിപ്പായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ ചെറുതായിട്ടൊരു എന്താ അത്രയ്ക്കാണ്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് മാറ്റിയതാണ്. അടുത്തത് ഞാനിവിടെ വലിയൊരു സവോള എടുത്തിട്ടുണ്ട്. സവോളയ്ക്ക് പകരം ചുവന്നുള്ളി വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുവന്നുള്ളി ചേർക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇവിടെ ചുവന്നുള്ളി ഇല്ല, അപ്പോൾ അതുകൊണ്ട് സവോള എടുക്കുന്നത്. സവോള എന്നാലും ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്യണ്ട. ഇതേപോലെ ഇങ്ങനെ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചേർക്കേണ്ടത്. ഇത്രയ്ക്ക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും മൂളത്തെ പാടി തന്നെ ഇടാം നമുക്ക്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് വറ്റൻമുളക് നമ്മളിപ്പോൾ ചേർക്കണില്ല, ഒരു ഇച്ചിരി കൂടി കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. കാരണം വറ്റൻമുളക് പെട്ടെന്ന് മൊരിയുമല്ലോ. അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. സവോള ഒരു പകുതി മൊരിച്ചിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വറ്റൻമുളകും കൂട്ടിയിട്ട് ചേർക്കട്ടെ. വെളുത്തുള്ളി ആയിരുന്നാലും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ആയിരുന്നാലും ഒരു സൈഡ് മൊരിഞ്ഞ് കഴിയുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിടണം കേട്ടോ. അതിങ്ങനെ നമ്മൾ മൊരിച്ചിട്ട് എടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഉള്ളിയും പിന്നെ മുളകും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഇതേപോലെ ഒരു നല്ലൊരു കളർ വരണം കേട്ടോ. അത് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കണം കേട്ടോ. തീ ഭയങ്കരമായിട്ട് കൂട്ടി വെച്ചിട്ട് അങ്ങനെ കരിയിച്ചിട്ട് എടുക്കരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ വെളുത്തുള്ളി ആയിരുന്നാലും ചുവന്നുള്ളി ആയിരുന്നാലും മുളക് ആയിരുന്നാലും നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പാർത്താം. നമ്മൾ പപ്പടം റെഡിയാക്കാൻ വേണ്ടിയിട്ട് പപ്പടം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ കുറച്ച് ചെറിയ പീസായിട്ട് ഇട്ടിട്ടാണ് വറുത്തിട്ട് എടുക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് നമ്മളിവിടെ മൊരിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ നല്ല മണമാണ്. ഇനി നമ്മുടെ പപ്പടത്തിൻ്റെ മണം കൂടി ആകുമ്പോൾ എല്ലാം കൂടിയിട്ടുള്ള മണമാകുമ്പോൾ നല്ല അടിപൊളി നല്ല സൂപ്പർ മണമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പപ്പടം നമുക്ക് വറുത്തെടുക്കാം. പപ്പടം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ പപ്പടം വറുത്തിട്ട് എടുക്കണ പോലെ ഫുള്ളായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് വറുത്തിട്ടെടുക്കുക. ഞാനിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ പപ്പടം നമ്മളിങ്ങനെ കീറിയിട്ടിട്ട് വറുത്തെടുക്കില്ലേ, അതേപോലെ വറുത്തിട്ട്
ചമ്മന്തി റെഡിയാക്കാനുള്ളതെല്ലാവരും നമ്മൾ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ പപ്പടം ഇപ്പോൾ ചേർക്കണ്ട കേട്ടോ. പപ്പടം നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ തക്കാളിയും പിന്നെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ, സവോളയും പിന്നെ വെളുത്തുള്ളിക്ക് ഇതെല്ലാം കൂടിയിട്ട് നമുക്ക്, നിങ്ങളുടെ അടുത്ത് കല്ലുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലുമ്മ വെച്ചിട്ട് നമ്മളിങ്ങനെ അരച്ചിട്ടെടുക്കില്ലേ, അതേപോലെ അരച്ചിട്ടെടുക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളി ചതക്കുന്ന വലിയൊരു കല്ലുണ്ട്, അതിനകത്ത് വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ അങ്ങനെ കല്ലില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയിലിട്ടിട്ട് കുറേ നേരം ഇട്ട് അരയ്ക്കണ്ട, വെള്ളമൊന്നും ചേർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കുക, അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക, ഒന്ന് കറക്കുക, അങ്ങനെ ഓഫ് ചെയ്യുക. അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അരിഞ്ഞു പോകാണ്ട് എടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ആ കല്ലുമ്മ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കിട്ടില്ലേ, നമുക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ എന്താ പറയുക അരിഞ്ഞു പോകട്ടെ. അപ്പോൾ അതേപോലെ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടുക. അപ്പോൾ നമ്മൾ ആ കല്ലുമ്മ വെച്ചിട്ട് അതേപോലെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പപ്പടം ഇപ്പോൾ ചേർക്കരുത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കല്ല് എടുത്തിട്ടുണ്ട്, നമ്മുടെ ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ല്. ഇത് കുറച്ച് നല്ല ഇതേപോലെ ഇങ്ങനെ കുറച്ച് നല്ല വലിപ്പമുള്ള നല്ല കുഴിയുള്ള കല്ലാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങളൊക്കെ അമ്മി കല്ലുമ്മ വെച്ചിട്ട് നമ്മൾ അരച്ചിട്ട് എടുക്കണ പോലെ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഇത് വെച്ചിട്ട് ഇങ്ങനെ അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഞാൻ ഇവിടെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഇവിടെ കോസ്കോ എന്ന് പറഞ്ഞൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇപ്പോൾ അത് കാണാനില്ല കേട്ടോ, അല്ലെങ്കിൽ സമ്മറൊക്കെ ആകുമ്പോൾ വരാറുണ്ട്, പക്ഷെ ഞാനത് കണ്ടില്ല. അല്ലെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ അത് വാങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ചിലപ്പോൾ നിങ്ങൾ കല്ല് കാണുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കും, അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. ഇതേപോലെ ഇങ്ങനെ നല്ല കുഴിയുള്ള കല്ല് ആമസോണിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് അരച്ചിട്ടെടുക്കാം. അപ്പോൾ തക്കാളിയുടെ തൊണ്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളയാം, പക്ഷെ ഞാൻ തൊണ്ട് കളയുന്നില്ല, കാരണം ആ തൊണ്ടായിരുന്നാലും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിടാം, ഉള്ളി ഇതൊക്കെ ഉണ്ടല്ലോ ഇതിടാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തക്കാളി ഇടാം. എല്ലാം കൂടി ഒരുമിച്ചിട്ടാലും കുഴപ്പമില്ല, പക്ഷേ ഇതാകുമ്പോൾ തക്കാളി ആകുമ്പോൾ കുറച്ചിങ്ങനെ അരയ്ക്കുമ്പോൾ തന്നെ ഭയങ്കര പേസ്റ്റായിട്ട് വരില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് അരയ്ക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉള്ളിയൊക്കെ നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ഒരു മണമില്ലേ, ചുട്ടെടുക്കുന്നതല്ല, അങ്ങനെ ഒരു മൊരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മണം ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു മണം. നല്ല സൂപ്പർ. നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്, ഇത്രയ്ക്കും മതി. ഇനി അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കല്ലുപ്പ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇവിടെ തക്കാളി റെഡിയാക്കിയിട്ട് വെച്ചിട്ടില്ലേ അത് ചേർക്കാം. അപ്പോൾ തക്കാളി നിങ്ങൾ തന്നെ എടുക്കുമ്പോൾ അങ്ങനെ സെപ്പറേറ്റ് ഇട്ടാൽ മതി കേട്ടോ, കാരണം ഉള്ളിയൊക്കെ ഒന്ന് ചതച്ച് കഴിഞ്ഞിട്ട് തക്കാളി ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ തക്കാളിയും ഇതിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ തക്കാളി നമ്മൾ കല്ല് വെച്ചിട്ട് നമ്മൾ അരയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചാൽ മതി, കാരണം തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ഉള്ളി ഒക്കെ നന്നായിട്ടൊന്ന് ചതച്ച് കഴിഞ്ഞിട്ട് തക്കാളി ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ എന്താ നമുക്കത് ശരിക്കും അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും. കോഴി ചമ്മന്തിന് മണം കേട്ടിട്ട് വന്നേക്കും. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ പപ്പടം ഉണ്ടല്ലോ, പപ്പടം പൊടിച്ചിട്ട് ചേർക്കാം. ആഹാ, നല്ല മണം വരുന്നുണ്ട്. പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ, അപ്പം നിങ്ങൾ ഇതിനകത്ത് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്കുള്ള സാധനം അല്ല അത്. അപ്പം ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോട്ടെ കേട്ടോ. അപ്പം പപ്പടം നിങ്ങൾ കഴിക്കണ സമയത്ത് പൊടിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. നേരത്തെ കൂട്ടിയിട്ട് ഇപ്പം നിങ്ങൾ കഴിക്കണില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇതേപോലെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് വെച്ച് കഴിഞ്ഞിട്ട് ആ കഴിക്കണ സമയമാകുമ്പോൾ പപ്പടം കൂടിയിട്ട് അതിൻ്റെ കൂടെ പൊടിച്ചിട്ട് ചേർത്താൽ മതി. കാരണം കുറേ നേരം ഇരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പപ്പടം അത്രയ്ക്ക് പെട്ടെന്നൊന്നും സോഫ്റ്റ് ആവില്ല. കാരണം ഒന്ന് പോയാൽ കോഴി അത്ര പെട്ടെന്ന് സോഫ്റ്റ് ആവില്ല. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കണില്ലല്ലോ. അപ്പം ഞാനൊന്ന് കഴിച്ചു പോട്ടെ. ഒന്ന് ഇറങ്ങിപ്പോയെന്ന് പോടെ, നിങ്ങളുടെ ക്യാരറ്റ് പറഞ്ഞിട്ടാ പോയി അവിടെ.
അവർ വിചാരിക്കുന്നത് ഞാനിവിടെ പൊക്കത്ത് നിന്നിട്ട് സ്റ്റെപ്പ് നിന്നിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാധാരണ ഞാൻ താഴെ നിന്നിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് കാണാൻ വേണ്ടിയിട്ട് കയറിയാണ്. ഞാൻ ടേസ്റ്റ് ഉണ്ടേട്ടാ. അത്യാവശ്യം നല്ല എരിവുണ്ട്. പപ്പടം കുതിർന്ന് പോയിട്ടില്ല കേട്ടോ. പപ്പടം കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. എന്താ പറയുക, നമ്മൾ ആ തക്കാളിയുടെ ഒരു ഫ്ലേവർ നന്നായിട്ട് മുന്നോട്ട് നിൽക്കുന്നുണ്ട്. ആ തക്കാളി നമ്മളിങ്ങനെ ചുട്ട പോലെ എടുത്തില്ലേ, അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കുറച്ച് ചോറ് എടുക്കുക, ഇതാണ്ട് ചോറിലാണ്ട് കുഴച്ചിട്ടാണ്ട് കഴിക്കാം. എന്തായിരുന്നാലും നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കുക, അല്ലെങ്കിൽ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കണ്ട. അത്യാവശ്യം നല്ല എരിവുണ്ട്. മുളക് കടിക്കുമ്പോൾ അത്യാവശ്യം എരിവുണ്ട്. ഈ മുളകിന് അത്രയ്ക്കാണ്ട് എരിവില്ല. മുളകൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്തോട്ടോ. പിന്നെ ചമ്മന്തിക്ക് ആകുമ്പോൾ നമ്മൾ ഒരുപാട് കഴിക്കില്ലല്ലോ, കുറച്ച് എരിവൊക്കെ ഉണ്ടെങ്കിലായിരിക്കും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ഇടാം. ഇപ്പോൾ പുറത്ത് ശരിക്കും നല്ല ചൂടുള്ള ദിവസമാണ്, പക്ഷേ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെറുതായിട്ട് നല്ല കാറ്റൊക്കെ വീശുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ റിലാക്സ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല സുഖമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇരിക്കാൻ നേരമില്ല, കാരണം അവിടെ ചെന്നിട്ട് പണികളുണ്ട്. ലഞ്ച് റെഡിയാക്കിയിട്ടില്ല. പിന്നെ മീൻകറി ഇരിക്കുന്നുണ്ട് തന്നല്ലേ, മീൻകറിയും പിന്നെ ഇതുണ്ടല്ലോ ഇതുണ്ട്, പിന്നെ കുറച്ച് പയറോൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൂട്ടിയിട്ട് ചോറിനട്ടെ. അപ്പോൾ നമ്മുടെ ചമ്മന്തിയുടെ മണം കേട്ടിട്ട് ഇതാ കോഴികൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് പൊക്കത്തേക്ക് കയറില്ല കേട്ടോ. എന്തോ ഞാൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് മനസ്സിലായി.